ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹോപ്പ് ചാനലിൻ്റെ ന്യൂ ബിഗിനിങ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എൻ്റെ ജീവിത സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ ദൈവജനമേ, എൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് ഷൈജു ജോർജ്. ഞാൻ ഇപ്പോൾ പത്തനംതിട്ടയിലെ എലന്തൂർ എന്ന സ്ഥലത്ത് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു, സെവൻത്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയോടൊപ്പം. എന്നാൽ ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലെ സുഖവാസ കേന്ദ്രമായ മൂന്നാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തേയിലത്തോട്ടങ്ങളും മനോഹരമായ ഡാമുകളും വലിയ മലകളും ഒക്കെ ഉള്ള ആ മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസിൽ മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. മാട്ടുപ്പെട്ടി ഇൻഡസ്ട്രീസ് പ്രോജക്റ്റിലെ ഒരു ജീവനക്കാരനായിരുന്നു. എൻ്റെ മമ്മിക്കും അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബം ചെറുപ്രായം മുതലേ പള്ളിഭക്തി ഉള്ളവരായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഒരു 4 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് നടന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോകാൻ ഭയങ്കര ഉത്സാഹിതരായിരുന്നു. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് പറയണം. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ തരുമെന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണോ, റസ്ക് വേണോ, എന്താണെന്ന് വെച്ചാൽ കണ്ണടച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, അപ്പോൾ ദൈവം തരുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയുടെ മേളിൽ കൂടി അവർ ഇടുമായിരുന്നു. പക്ഷേ കണ്ണ് തുറക്കാൻ പാടില്ല. അങ്ങനെ ദൈവമാണ് ഇതൊക്കെ ഞങ്ങൾക്ക് തരുന്നതെന്നും എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നതും ഇതെന്നും പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാ നന്മകളും തരുമെന്നൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മമ്മിയുടെ കുടുംബത്തിൽ ഒരു അനർത്ഥമുണ്ടായി. എൻ്റെ ഒരു കുഞ്ഞമ്മ മരിച്ചുപോയി. അവർക്ക് 2 കൊച്ചുമക്കളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ വലിയ നിരാശയും സങ്കടവും വന്നു. അതിനുശേഷം മമ്മിക്ക് 6 സഹോദരിമാർക്ക് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആ അങ്കിള്, നിക്കോളസ് അങ്കിൾ എന്ന് പറയും, ആങ്കിള് ഒരു നല്ല ഡ്രൈവറായിരുന്നു. ചെറുപ്രായത്തിലൊക്കെ എന്നെ മടിയിലിരുത്തി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി വണ്ടിയൊക്കെ ഓടിക്കാനും കീ അടിക്കാനും ഒക്കെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്കിളിനെ. പക്ഷേ ആ അങ്കിള് ഒരു ദിവസം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ വലിയ ദുഃഖവും നിരാശയും വന്നു. എൻ്റെ മമ്മിയുടെ വിശ്വാസം എല്ലാം തകർന്നുപോയി. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മമ്മി പ്രാർത്ഥിക്കാണ്ടായി. മമ്മിക്കൊരു ഡിപ്രഷൻ പോലെയായി. എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്താൽ മതി, ദൈവമൊന്നും ഇല്ല എന്ന ഒരു ചിന്ത മമ്മിക്ക് വന്നു. ആ സമയത്ത് യാദൃച്ഛികമായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പെന്തക്കോസ്ത് പാസ്റ്ററും കുടുംബവും ഞങ്ങളുടെ വീട്ടിൽ വരുവാനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം ഷെയർ ചെയ്യുവാനും വന്നു. അന്ന് എൻ്റെ മമ്മി കർത്താവ് യേശുവിനായി തൻ്റെ ഹൃദയം തുറന്നു കൊടുത്തു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ വലിയ സമാധാനം വന്നു. എൻ്റെ പിതാവായിരുന്നെങ്കിലോ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. ഒന്നിന് പുറകെ ഒന്നായിട്ട് ബീഡി വലിക്കുമായിരുന്നു, ഇടയ്ക്ക് മദ്യപിക്കുകയും ചെയ്യായിരുന്നു. എൻ്റെ പപ്പയുടെ അനിയൻ പട്ടാളക്കാരനാണ്. പുള്ളി കൊണ്ടുവരും വലിയ കുപ്പിയൊക്കെ ആയിട്ട് അവധിക്ക് വരുമ്പോൾ ഇതൊക്കെ ഇരുന്ന് ചേർന്ന് കുടിക്കുന്ന സ്വഭാവമായിരുന്നു. ഞങ്ങൾക്കും കുറച്ചൊക്കെ കുടിക്കാൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുമായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ചെറുപ്രായം മുതലേ സത്യദൈവത്തെ അല്ലെങ്കിൽ ശരിയായ വിശ്വാസത്തെ അറിയാതിരുന്ന ഞങ്ങളെ ഈ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. എൻ്റെ ഈ അങ്കിളിൻ്റെ മരണത്തോടെ നിരാശയിലായിപ്പോയ എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ ദൈവം ആമേൻ ഇടപെട്ടു. മമ്മി രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം എൻ്റെ പപ്പയുടെ സ്മോക്കിംഗ് ശീലം എല്ലാം ദൈവം മാറ്റിക്കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു VBS പ്രോഗ്രാമിന് പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ജൽനേറ്റ് എന്നൊരു പാസ്റ്റർ നടത്തിയൊരു VBSൽ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആ VBSൽ നല്ല നല്ല ആക്ഷൻ സോങ്സ്, സ്റ്റോറികളൊക്കെ പറഞ്ഞു തരുമായിരുന്നു, കളറിങ് ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു VBS ആയിരുന്നു. പക്ഷേ ആ VBSൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ, കറുത്ത ഭൂഖണ്ഡമായ ആഫ്രിക്കയിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം എത്തിച്ച ആ മഹാനായ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ സ്റ്റോറിയായിരുന്നു. അദ്ദേഹം ആഫ്രിക്കയുടെ ഭൂപടമൊക്കെ വരച്ചത് അദ്ദേഹമാണെന്ന് ആണ് പറയുന്നത്. ഡിസ്കവററും എക്സ്പ്ലോററും ഒക്കെ ആയിട്ട് ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, വിക്ടോറിയ ഫാൾസ് പോലെ നൈലിനെതിരെ ഉത്ഭവസ്ഥാനം ഒക്കെ കണ്ടുപിടിച്ച വ്യക്തിയാണ്. ആ നരഭൂജികളായിരുന്ന മനുഷ്യരുടെക്ക് സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിച്ച് അനേകരെ നരസ്നേഹികളാക്കി മാറ്റി. ഇന്ന് ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ അനേക രാജ്യങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. ഒരു ഡേവിഡ് ലിവിങ്സ്റ്റൺ കടന്നുപോയതിൻ്റെ റിസൾട്ടാണ് പ്രിയപ്പെട്ടവർ. അപ്പോൾ അദ്ദേഹം അവസാനം മുട്ടുകുത്തി ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ വന്ന് കണ്ടത് മുട്ടുകുത്തി കുടിലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ബോഡിയാണ്. അവർ ആ ഹൃദയത്തെ എടുത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ കുഴിച്ചുട്ടിയ മനുഷ്യൻ അഫ്രിക്കയെ വളരെയധികം സ്നേഹിച്ച മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശരീരത്തെ ഇത്രങ്ങളിൽ തേച്ചിട്ട് മരത്തോലിൽ പൊതിഞ്ഞ ചില മാസങ്ങൾ ചുമന്ന് ഹാർബറിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് UK എത്തിച്ചു. അവിടെ വലിയ ബഹുമതികളോടെ അദ്ദേഹത്തെ അടക്കം ചെയ്യുവാൻ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഡേവിഡ്, നീയോ നല്ലത് തിരഞ്ഞെടുത്തു, ഞാനോ
ഒരു പണക്കാരൻ ആകണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ ജീവിതം കൊള്ളക്കാരനായി മാറി ഇന്ന് എന്നെ തൂക്കിക്കൊല്ലുവാനായി കൊണ്ടുപോകണമല്ലോ എന്ന് പറഞ്ഞ് അവൻ മാറത്തെടുത്തിട്ട് പറഞ്ഞു, നീയോ നല്ലത് തിരഞ്ഞെടുത്തു, ഞാനും എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞു എന്ന്. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരേ സ്കൂളിലും സൺഡേ സ്കൂളിൽ പഠിച്ച വ്യക്തികളായിരുന്നു. പക്ഷേ ഡേവിഡ് ലിവിങ്സ്റ്റൺ നല്ലത് തിരഞ്ഞെടുത്തു. പാസ്റ്റർ ഇങ്ങനെ ഓൾട്ടർ കോൾ നൽകി, നിങ്ങൾ ആരൊക്കെ നല്ലത് തിരഞ്ഞെടുക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കും. ഞാനും കരഞ്ഞുകൊണ്ട്, എൻ്റെ മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് എൻ്റെ കൈ ഉയർത്തി, ദൈവമേ ഞാനും വലുതാകുമ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ ഒരു മിഷണറിയായി യേശുവിൻ്റെ സുവിശേഷം അറിയിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അറിയിക്കുവാനായി ഞാൻ കടന്നു പോകും, വടക്കേ ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും. കാരണം എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്കൊരു ആൺകുഞ്ഞില്ലായിരുന്നപ്പോൾ മലയാറ്റൂർ പള്ളിയിൽ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ്, ഒരു ആൺകുഞ്ഞിനെ നൽകിയാൽ അവിടുത്തെ വേലിക്ക് വേണ്ടി അവനെ അയക്കുന്നു. ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച പോലെ എൻ്റെ മാതാപിതാക്കൾ കരഞ്ഞു പ്രാർത്ഥിച്ച് മേടിച്ചതാണ് എന്നെ. എന്നാൽ അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു. 13-ാമത്തെ വയസ്സിൽ സ്നാനം എടുത്തു. ഞാൻ മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ BSI ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്കാർ ഒരു ചെറിയ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബൈബിളൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് തന്നിരുന്നു. അതൊക്കെ എന്നും വായിക്കുമായിരുന്നു. ബൈബിൾ വചനങ്ങൾ കാണാതെ പഠിക്കുകയും സൺഡേ സ്കൂളിൽ പാട്ട് പാടുവാനൊക്കെ ഞാൻ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് മൂന്നാർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഈ കേരളത്തിലെ ഏറ്റവും തല്ലിപ്പൊളി സ്കൂൾ എന്ന് പറയാം. എപ്പോൾ വേണമെങ്കിലും സമരവും അടിപിടിയും കല്ലേറും ഒക്കെ ഉണ്ടാകുന്നൊരു സ്കൂളാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാർ പലരും ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടവരായിരുന്നു. പുകവലിക്കും, മദ്യപാനത്തിനും, സ്കൂൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാനും വേശ്യാവൃത്തിക്ക് പോകാനും ഇങ്ങനെയൊക്കെ. എന്നാൽ ഞാൻ ചെറുപ്രായത്തിൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇങ്ങനത്തെ യാതൊരു അഴുക്ക് ചാനലിലും പോകാൻ ദൈവം അനുവദിച്ചില്ല. അവരെയൊക്കെ ഉപദേശിക്കുവാൻ ഞാൻ ഉപദേശിക്കുമായിരുന്നു. എന്നെ ചിലർ ഇരട്ടപ്പേരിട്ടൊരു തത്വം, എപ്പോഴും തത്വം പറയുന്ന ആളെന്ന് പറഞ്ഞ് തത്വം എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. എന്നാൽ ആ ചെറുപ്രായം മുതലേ ഒരു സുവിശേഷകനായി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എൻ്റെ പാസ്റ്റർമാരോടൊപ്പം ആ മൂന്നാറിലെ എസ്റ്റേറ്റുകളിലൊക്കെ ഞാൻ പോയി പാസ്റ്റർമാരോടൊപ്പം പോയി ലഘുലേഖകൾ കൊടുക്കുകയും ഞാൻ പഠിച്ച പാട്ടുകളൊക്കെ അവിടെ ഗ്രാമങ്ങളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ മറയൂർ എന്ന സ്ഥലത്താണ് പ്രീ ഡിഗ്രി കോഴ്സിന് പോയത്. അത് ആ പുതിയൊരു കോളേജായിരുന്നു, അച്ഛന്മാരുടെ ഡീപോൾ കോളേജ്. ആ കോളേജിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ സാർ സേവിയർ എന്നൊരു സാറുണ്ടായിരുന്നു. അതേ തന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുമായിരുന്നു. എനിക്ക് ഇച്ചിരി ഷൈ ടൈപ്പായിരുന്നു. ഞാൻ പാട്ട് പാടാനും അതുപോലെ സ്കിറ്റ് അങ്ങനെ പല കലാപരിപാടികൾക്കും സ്പോർട്സിനുമൊക്കെ അതേ തന്നെ എൻകറേജ് ചെയ്ത് എന്നെ മുൻപന്തിയിൽ കൊണ്ടുവന്നു. സ്കൂളിൽ ഞാൻ ലീഡറുമായിരുന്നു എൻ്റെ ക്ലാസ്സിലെ. അങ്ങനെ എനിക്കൊരു ചെറിയൊരു ലീഡർഷിപ്പ് ടാലൻറ്റ് ദൈവം എനിക്ക് നൽകി. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഈ PDCക്കായിട്ട് കോളേജിലേക്ക് വരുന്ന വഴിക്ക് പല പ്രാവശ്യം എന്നെ ദൈവം ക്രൂര കാട്ടുമൃഗങ്ങളിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം 40 കാട്ടുപോത്തിൻ്റെ തൊട്ടടുത്ത് അകപ്പെട്ടു പോയി. കുങ്ങിണിച്ചെടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് തല മാത്രം ഇങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നത് കണ്ടു. അയ്യോ കാട്ടുപോത്തെന്ന് പറഞ്ഞപ്പോൾ ദൈവമേ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ ഈ കാട്ടുപോത്തെല്ലാം പേടിച്ച് മുമ്പോട്ട് ഓടി. ഞങ്ങളൊരു മരത്തിൽ കയറിയിരുന്നു കുറച്ച് നേരം. അതിനുശേഷം ഞങ്ങളെ ദൈവം അത്ഭുതം അവിടുന്ന് വിടുവിച്ചു. ഒരിക്കലും ഒരു വലിയ മലമ്പാമ്പിൻ്റെ തലയിൽ ചെന്ന് ചവിട്ടാൻ പോയി. ചെറിയ കുറ്റിക്കാട്ടിൽ കൂടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഇങ്ങനെ ഒരു മലമ്പാമ്പ് കിടക്കായിരുന്നു. സൈക്കിൾ അതിൻ്റെ തലയിൽ കൂടി അങ്ങാണ്ട് രാത്രി കയറിയിട്ട് ചതഞ്ഞ് അത് ഷൂ എന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന് വിഴുകാൻ പാകത്തിനുള്ള വലിയ മലമ്പാമ്പായിരുന്നു. ഒരിക്കൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് പുറയിലാണ് ബാത്റൂം. രാത്രിയിൽ കരിമ്പങ്കാടാണ് അവിടെ. ഞാനിങ്ങനെ ബാത്റൂമിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിൻ്റെ അടുത്ത് പോയപ്പോൾ അടുത്തുനിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ ചാടിപ്പോകുന്നുണ്ട് എൻ്റെ അടുത്തുനിന്ന്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്താ നിൽക്കുന്നത്. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പുലി, അവിടെയൊക്കെ പുലി ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ ആടും മാടും ഒക്കെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്ത് ഞാൻ പുലിയുടെ അടുത്ത് ചെന്നിട്ട് പുലി എന്നാന്ന് വെച്ചാൽ എന്നെ കണ്ട് പേടിച്ച് ഓടുവാനിടയായി. അങ്ങനെ ഒരിക്കൽ ആനയെ കാണാൻ പോയപ്പോൾ കുന്നിൻ്റെ തൊട്ടപ്പുറം ആന നിൽക്കുമായിരുന്നു. 2 ആന ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഓടിച്ചു കുറേ ദൂരം. മാട്ടുപ്പെട്ടിയിൽ എപ്പോഴും ആനയുള്ള സ്ഥലമാണ്. അങ്ങനെ ദൈവം എന്നെ പല പ്രാവശ്യം ഒരിക്കലും ഒരു ബസ് അപകടത്തിൽ നിന്ന് ബസ്സിൽ സ്ഥലമില്ല കയറാനായിട്ട്. കാരണം അന്ന് പ്രൈവറ്റ് ബസ്സൊക്കെ സമരമായിരുന്നു. തമിഴ്നാട് ബസ്സിൻ്റെ ഡോറിൽ കുറേ നേരം തൂങ്ങിക്കിടന്നു. എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നിയപ്പോൾ ഒരു സൈഡ് കൊടുക്കാൻ ഒരു ബസ് ഒന്ന് ഒരു കയറ്റത്തിൽ നിർത്തിയപ്പോൾ ഞാൻ ആ ഡോറിൽ നിന്ന് ഇറങ്ങി പുറത്തെ ഏണി കയറി നിന്നു. 2 വളവ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബസ് പെട്ടെന്ന് വെട്ടിച്ചൊരു ലോറി വന്നപ്പോൾ ഒരു പാറയിൽ ഞാൻ നിന്ന സ്ഥലത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ്റെ മുതുക് ഇടിച്ചിട്ട് അവിടെ നിന്ന് അവൻ്റെ കാല് തെറ്റിപ്പോയി. മുറുക രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് അവൻ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കാല് താഴെ വീണ് അവൻ്റെ നടുവൊടിയാനിടയായി. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ആ സ്ഥലത്ത് 5 മിനിറ്റ് മുമ്പ് വരെ നിന്നത് ഞാനായിരുന്നു. ദൈവം എന്നെ ഇങ്ങനെ അത്ഭുതകരമായി രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും കുറിച്ചൊരു പദ്ധതിയുണ്ട്. അങ്ങനെ ചെറുപ്രായത്തിൽ എന്നെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അത്ഭുതകരമായി ക്രൂര കാട്ടുമൃഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു. തൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ആ ഡേവിഡ് ലിവിങ്സ്റ്റൺ സ്റ്റോറി കേട്ട് ഞാൻ എന്നെ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് കർത്താവിനെ വടക്കേ ഇന്ത്യയിലേക്ക്, ബീഹാർ എന്ന മിഷണറിയുടെ കല്ലറത്തോട്ടത്തിലേക്ക് തൻ്റെ മഹത്വമേറിയ വേലയ്ക്ക് വേണ്ടി എന്നെ 18-ാമത്തെ വയസ്സിൽ വിളിച്ചു. പ്രിയ കൂട്ടുകാരെ,
നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളും നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും എല്ലാം വിടുവിക്കും. നിങ്ങളെ തൻ്റെ നാമത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. ദൈവം ഈ സാക്ഷ്യത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. പ്രത്യേകിച്ച് ഇന്നത്തെ ദൈവവചന പ്രഘോഷണത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കം എന്നുള്ളതായ ഒരു ആപ്തവാക്യത്തോടു കൂടിയാണ് നിങ്ങളോട് വചനം സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നതായ വിഷയം പുതിയ തുടക്കത്തിൻ്റെ 7 ഗുണങ്ങളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അനേക പ്രാവശ്യം ഒരു മനുഷ്യനെ ദൈവം പുതുതാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പല ആവർത്തി നാം പുതുതാകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. എന്നാൽ ഓരോ വർഷം കഴിയും തോറും നാം പഴയ മനുഷ്യനിലേക്ക് കടന്നു പോകുന്നതായ പ്രവണത നമ്മിൽ എല്ലാവരിലും ഉണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവവചനം
ഇപ്രകാരം പറയുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 5 വാക്യം പറയുന്നത്, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ, ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. ഇതാ, ഞാൻ സകലവും പുതുതാക്കുന്നു. ഈ വചനം സത്യവും വിശ്വാസയോഗ്യവുമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം ഈ വചനം ഒട്ടനവധി പ്രാവശ്യം കേൾക്കുകയും ഒരുപക്ഷെ അനേക പ്രാവശ്യം ഈ വചന അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ദൂതുകൾ കേട്ടവരുമായ ആളുകളായിരിക്കാം നാം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, ദൈവം എപ്രകാരമാണ് ഒരു മനുഷ്യനെ പുതിയതാക്കുന്നത്, ആ പുതുതാക്കപ്പെട്ടതായ മനുഷ്യന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ സഭയെയും അതിക്രൂരമായി പീഡിപ്പിക്കുവാൻ തക്കവണ്ണം ബദ്ധനായിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു ശൗൽ എന്നുള്ളതായ പൗലോസ്. എന്നാൽ ദമസ്കോസിലേക്കുള്ളതായ യാത്രാമധ്യേ ദൈവം പൗലോസിനെ വിളിക്കുകയും ദൈവത്തിൻ്റെ വക്താവായി തീരുവാൻ പൗലോസിനോട് ശേഷം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആ പൗലോസ് ശേഷം സഭയ്ക്ക് ദൂത് എഴുതുന്നതായ സമയത്ത് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം അതിൻ്റെ 5 അധ്യായം 17 വാക്യം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് എല്ലാം മാറിപ്പോകുന്നു, സകലവും പുതുതാകുന്നു. കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് അപ്രകാരം തന്നെയാണ്. ഇതാ, ഞാൻ സകലവും പുതിയതാക്കുന്നു. എന്നിൽ പുതുമയുണ്ടാക്കുവാൻ തക്കവണ്ണം കഴിയുന്നവനായ ഒരു കർത്താവിൻ്റെ അടുക്കിലേക്കാണ് ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന് എപ്രകാരമാണ് നമ്മെ പുതിയതാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ജീർണിച്ചിരിക്കുന്നതായ മനസ്സ്, ഒരുപക്ഷെ രോഗബാധിതരായ ശരീരമുള്ളതായ നമുക്ക്, ഈ ലോകത്തിൻ്റെ അനേക ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു പഴയ മനുഷ്യനായ എന്നെ എങ്ങനെ ദൈവത്തിന് പുതുതാക്കുവാൻ തക്കവണ്ണം സാധിക്കും? കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടികർത്താവാണ് എന്നുള്ളതായ വസ്തുത നാം മറന്ന് പോകുവാൻ തക്കവണ്ണം പാടില്ല. കർത്താവായ യേശു ക്രിസ്തു സകലവും പുതിതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലുള്ളതായ സകലത്തെയും പുതിതാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ ക്രിസ്തു എന്നിൽ പുതുക്കത്തിൻ്റെ ആത്മാവ് നൽകുവാൻ, ഈ പുതുക്കത്തിൻ്റെ ആത്മാവിൻ്റെ സവിശേഷതകൾ എന്നിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒന്നാമതായി, ഒരു പുതിയ സൃഷ്ടിയാക്കപ്പെട്ടതായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഒരു പുതിയ ബന്ധമാണ്. എ ന്യൂ റിലേഷൻഷിപ്പ്, എ റിലേഷൻഷിപ്പ് ദാറ്റ് വിൽ ടേക്ക് us എ ലോങ് വേ. ബഹുദൂരം നമ്മെ നയിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു ബന്ധം നമുക്ക് പുതിയതാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭ്യം ആകും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിൻ്റെ 12 വാക്യം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ധരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഉൾക്കൊള്ളുമ്പോൾ ദൂരസ്ഥരായിരിക്കുന്നതായ നമുക്ക് ഒരു പുതിയ ബന്ധം ലഭിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി തരികയാണ്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളുമായി തീരുകയാണ്. ഈ ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളുമായി തീരുന്നതായ നമുക്ക് ദൈവം അനേക നന്മകൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മുടെ ജീവിത പന്താവിൽ മുഴുവനായും ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ളതായ പരമപ്രധാനമായ വാഗ്ദത്തവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആയതുകൊണ്ട്
ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ ബന്ധം ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു പുതുക്കത്തിൻ്റെ ആത്മാവ് ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു പുതിയ ബന്ധം, ഈ ബന്ധം ദൈവവുമായുള്ളതായ ബന്ധമാണ്. നാം ദൂരസ്ഥരായിരുന്നു, നാം ആരുമല്ലാത്തവരായിരുന്നു, ദൈവഗ്രഹത്തോട് അടുപ്പമില്ലാത്തവരായിരുന്നു. എന്നാൽ നാം ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം തീരുമാനിച്ചിരിക്കുന്നതായ ഈ സമയം മുതൽ നാം ക്രിസ്തുവിൻ്റെ മക്കളും പ്രിയമക്കളും ദൈവത്തിൻ്റെ ആ വലിയ കുടുംബത്തിലെ അംഗങ്ങളുമായി തീർന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളും ദൈവത്തിൻ്റെ വലിയ കുടുംബത്തിലെ അംഗങ്ങളുമായി തീരണമെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, പുതിയ തുടക്കത്തിൻ്റെ സവിശേഷത. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, നാം ഒരു പുതിയ പൗരത്വം നമുക്ക് ലഭിക്കുകയാണ്. നമുക്കറിയാം, വിദേശ യാത്രകൾ ചെയ്യുന്നവർക്ക് പാസ്പോർട്ട് അനിവാര്യമാണ്. എല്ലാ പൗരന്മാർക്കും പാസ്പോർട്ട് നൽകുവാൻ അതാത് രാജ്യത്തിലെ ഗവൺമെൻറ്റുകൾ പ്രതിജ്ഞാബദ്ധരുമാണ്. നാം യാത്ര ചെയ്താലും ഇല്ലെങ്കിലും ആ പാസ്പോർട്ട് നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. എന്നാൽ നാം ഒരു പുതിയ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇന്ന രാജ്യത്തിലെ പൗരനാണ് എന്നുള്ളത് നാം തെളിവായി കാണിക്കുന്നതിനാണ് ഈ പാസ്പോർട്ട് നാം നമ്മുടെ കരത്തിൽ സൂക്ഷിക്കുന്നത്. നമുക്ക് ഒരു പൗരത്വമുള്ളതായ ദേശത്തു നിന്ന് മാത്രമേ നമുക്കൊരു പാസ്പോർട്ട് ലഭിക്കുകയുള്ളൂ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാം ക്രിസ്തുവിലായാൽ നാം പുതിയ സൃഷ്ടിയാകുന്നു, നമുക്കൊരു പുതിയ പൗരത്വം ലഭിക്കുകയാണ്. നാം ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരായിട്ട് അല്ല, മറിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി നാം മാറുകയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിലെ പൗരന്മാരായി നാം ഓരോരുത്തരും മാറുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടി. നമുക്ക് ഒട്ടനവധി വൈരൂപങ്ങൾ നമുക്ക് ഉള്ളവരായിരിക്കാം. എന്നാൽ ഈ വൈകൃതങ്ങളും വിരൂപതകളും ഒക്കെയും ഉള്ളപ്പോൾ തന്നെ ഗോഡ് ഈസ് വില്ലിങ് ടു മേക്ക് us ഹിസ് പീപ്പിൾ, ദൈവത്തിൻ്റെ ജനമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുവാൻ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടുന്നതായ ആവശ്യം ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യമാണ്. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം പറയുകയാണ്. കാരണം നാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ളതായ പൗരത്വത്തെക്കാൾ ഏറെ പ്രാധാന്യം ദൈവരാജ്യത്തിലുള്ളതായ പൗരത്വമാണ്. അപ്പോൾ ആ പൗരത്വം നമ്മുടെ അവകാശമായിരിക്കുന്നത് കൊണ്ട് ആ രാജ്യത്തിലുള്ളതായ രാജാവ് പറയുന്നത് നാം അനുസരിക്കുവാൻ തക്കവണ്ണം ബാധ്യസ്ഥരാണ്. ആയതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളും ആകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആലോചന പകർന്നു നൽകുന്നത് നാം ദൈവത്തെ അനുസരിക്കുക. എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കുന്നത്? മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് എപ്രകാരമാണ്? നാം ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് അനുസരിക്കുക. എവിടെയാണ് ദൈവം നമ്മോട് പറയുന്നത്? എങ്ങനെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്, നമ്മോട് ഇടപെടുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവവചനത്തിൽ പറയുന്നതായ കാര്യാദികൾ നാം വായിക്കുകയും അത് മനസ്സിലാക്കുകയും അതിൻ പ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ ദൈവവചനത്തിന് നാം വിധേയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ദൈവവചനം പ്രമാണിക്കുന്നവരായി നാം മാറുന്നത്. മനുഷ്യർ ധാരാളം കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ പറയുന്നു. ഒരുപാട് തത്വജ്ഞാനം ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ആ തത്വജ്ഞാനങ്ങളൊന്നും ഒരു മനുഷ്യനെ മാറ്റുവാനോ അവനെ പുതിയതാക്കുവാനോ ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുവാനോ അതൊക്കെ വേണം സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഈ മാറ്റമില്ലാത്തതായ ദൈവവചനം ഒരു മനുഷ്യനെ മൊത്തമായി മാറ്റുവാനും അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും മാറ്റി ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തും എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ആയതുകൊണ്ട് ദൈവവചനം പ്രമാണിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടുന്നതായ ആവശ്യമുണ്ട്. അങ്ങനെ ദൈവവചനം നാം പ്രമാണിക്കുമ്പോൾ നമുക്ക് ഒരു പുതിയ പൗരത്വം ദൈവം നൽകാം എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരു പുതിയ തുടക്കത്തിന് ആവശ്യമായ 7 ഘടകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമുക്ക് ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവവുമായുള്ളതായ ഒരു ഈടാർന്ന ബന്ധം സ്ഥാപിക്കുവാൻ പുതുക്കത്തിൻ്റെ ആത്മാവ് ലഭിക്കുന്നതോടൊപ്പം നമുക്ക് സാധ്യമായി തീരും. 2,
നമുക്ക് ഒരു പുതിയ പൗരത്വം ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു വസ്തുത, ദൈവ കുടുംബത്തിൻ്റെ ഒരംഗമായി തീരുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് അറിയാം, ഈ ലോകത്തിൽ വിവാഹ ബന്ധത്തിലൂടെ ഒരു വ്യക്തി മറ്റൊരു കുടുംബത്തിലെ അംഗമായി തീരുന്നത് നമുക്കറിയാം. മുൻപ് ഒരു പരിചയമോ ഒരു ബന്ധമോ ഇല്ലാതിരുന്നതായ ഒരു വ്യക്തിയെ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ കണ്ട് ഇഷ്ടപ്പെടുകയും കല്യാണം ആലോചിക്കുകയും കല്യാണം കഴിക്കുകയും അവർ പിന്നീട് ആ അടുത്ത കുടുംബത്തിലെ അഥവാ ഏത് കുടുംബത്തിലാണോ ചെന്ന് ചേരുന്നത് ആ കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇപ്രകാരമാണ് നാം ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ ദൈവം നമ്മെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാക്കി തീർക്കുന്നത്. ദൈവത്തിൻ്റെ വിശാലമായ അല്ലെങ്കിൽ ലോകത്തിലുള്ളതായ അനേക ജാതികൾ, അനേക ജനതകൾ, അനേക വംശക്കാർ, അനേക ജാതികൾ, ഗോത്രങ്ങൾ, വർഗ്ഗക്കാരൊക്കെ ഈ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. നാം ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളതായ ആൾക്കാരും ഈ വിശാലമായ നൂറുകണക്കിന് രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭാഷകൾ സംസാരിക്കുന്ന കോടിക്കണക്കിന് വർഗ്ഗങ്ങളുടെ ഇടയിൽ നിന്ന് നാം ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീരുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് അമേസിങ്. ഇത് വളരെ ആശ്ചര്യകരമായ ഒന്നാണ്. ദൈവം നമ്മെ പുതിയതായി സൃഷ്ടിക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദത്തം നൽകുന്നത് ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി തീരുവാൻ നമുക്ക് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കലാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ദൈവത്തിന് നമ്മെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വഴികളെ, സദൃശവാക്യക്കാരൻ പറയുന്നത് നിൻ്റെ എല്ലാ വഴികളും അവനിൽ ഭരമേൽപ്പിക്കുക, അവൻ നിന്നെ വഴി നടത്തും. നമ്മുടെ എല്ലാ വഴികളും ദൈവത്തെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ വഴി നടത്തുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ആയിരിക്കുന്നതായ നമ്മോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ എൻ്റെ കുടുംബത്തിലെ അംഗമായി ഞാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ് ടു ബിക്കം എ മെമ്പർ ഓഫ് ഗോഡ്സ് ഫാമിലി. ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമായി തീരുക എത്ര മനോഹരമായ വസ്തുതയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ആ കുടുംബത്തിലെ ഒരംഗമായി തീരുവാൻ ദൈവം നിങ്ങളെ ഇന്ന് വിളിക്കുകയാണ്. ഞാനും നിങ്ങളും ഒരുമിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ പിതാവിനോടൊപ്പം നിത്യവും പരിലസിക്കുവാൻ, നിത്യവും വർത്തിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു പുതിയ സൃഷ്ടിയായി ദൈവം നമ്മെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ചെയ്യുന്നതായ അനേക കാര്യങ്ങളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി ദൈവം നമ്മെ ഓരോരുത്തരെയും മാറ്റുന്നു. നാലാമതായി ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് ഒരു പുതിയ ഉത്തരവാദിത്വം നൽകുന്നു. ഗോഡ് ഈസ് ഗിവിങ് അസ് എ ന്യൂ പേർപ്പസ് ഇൻ ലൈഫ്. ഒരു ജീവിതത്തിൽ ഒരു ആവശ്യകത, ഒരു ഉത്തേജനം, ഒരു ഉണർവ് ദൈവം നമുക്ക് നൽകുകയാണ്. ഒരു ജീവിക്കുവാനുള്ളതായ ഒരു കാര്യകാരണം ദൈവം നമുക്ക് നൽകുകയാണ്. കാരണം നാം നോക്കി പാർക്കുന്നത് ദൈവരാജ്യത്തിലെ അംഗമായി തീരുവാനാണ്. ദൈവം നമുക്ക് ഒരു പുതിയ കുടുംബം നൽകിയിരിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിയിരിക്കുകയാണ്. ദൈവവുമായുള്ളതായ ഒരു ഈടാർന്ന ബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. മാത്രമല്ല, നമുക്കൊരു പുതിയ പൗരത്വവും നൽകിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കുവാനുള്ളതായ ഒരു പുതിയ കാരണമുണ്ട്. വി ഹാവ് എ പർപ്പസ് ടു ലീവ്. നാം ശേഷം മനുഷ്യരെ പോലെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ, ഒരു കാര്യകാരണവും ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരായി തീരേണ്ടതിനല്ല. മറിച്ച് ദൈവം നമ്മെ കാര്യകാരണത്തോടുകൂടെ, വിത്ത് എ പർപ്പസ് ഹി ഹാസ് ക്രിയേറ്റഡ് അസ്, ദൈവം നമ്മെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ആ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ നിങ്ങളോട് ദൈവവചനം പറയുകയാണ്, ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ യു. ദൈവം ഈ ലോകത്തിലുള്ളതായ, ദൈവത്തെ അറിയുന്നതായ തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു ഉദ്ദേശം ഉണ്ട്. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. പലപ്പോഴും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്നെക്കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ, ഈ ജീവിതം എങ്ങനെയാണ് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് നാം വ്യാകുലപ്പെടാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. കാരണം പല
വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം അങ്ങനെ ചിന്തിച്ചു പോകുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടതായി വരികയില്ല. കാരണം ദൈവം നമ്മുടെ ജീവിത ഉദ്ദേശം വളരെ വ്യക്തമായി തന്നെ നമ്മോട് പറയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം തിരുവചനത്തിലൂടെ സാധിക്കും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ നിങ്ങൾ അത്തരത്തിൽ ദൈവവചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ ആലോചന എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാനും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ 4 കാര്യങ്ങളാണ് ഈ സമയം വരെയും നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ പുതുതാക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ പുതിയതാക്കുക മാത്രമല്ല, നമുക്ക് ദൈവവുമായുള്ളതായ ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് ഒരു പുതിയ പൗരത്വം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വിശാലമായ ഒരു വലിയ കുടുംബത്തിലെ അംഗമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശവും ഉണ്ടായി തീരും. 5-ാമതായി ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ പുതുതായി സൃഷ്ടിച്ചാൽ നമുക്ക് പുതിയ ശക്തി ലഭിക്കും. വിൽ റിസീവ് പവർ. ദൈവം നമ്മെ കൊണ്ട് അത് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നതായ സമയത്ത് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടക്കുകയും അനേക രോഗികളെ സൗഖ്യമാക്കുകയും അനേകർക്ക് ആശ്വാസകരമായ ഒരു ജീവിതം കർത്താവായ യേശു ക്രിസ്തു നയിക്കുകയും ചെയ്തതായി നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ച് അടക്കി അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ശേഷം 40 ദിവസത്തോളം അനേകർക്ക് പ്രത്യക്ഷനായി എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം പഠിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് കൂട്ടി അവരോടായി പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർക്കുക. നിങ്ങൾക്ക് ശക്തി ലഭിക്കുവോളം നിങ്ങൾ അവിടെ കാത്തിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. നമുക്ക് ശക്തി ലഭിക്കുന്നിടത്തോളം, നാം ശക്തി ലഭിക്കുവോളം നാം ദൈവത്തിനായി കാത്തിരിക്കണം. നമുക്ക് ദൈവം ശക്തി നൽകും. നമുക്ക് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതിന് വേണ്ടിയുള്ളതായ ആലോചന ദൈവം നമുക്ക് നൽകാം എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് ദൈവ വഴിയിൽ നടന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ദൈവത്തിൻ്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കി ശക്തി പ്രാപിക്കുന്നവരായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിച്ചാൽ എത്ര മനോഹരമായിരിക്കും. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ശക്തിയാൽ ജീവിക്കണമെന്നല്ല ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് ശക്തി നൽകുകയും ആ ശക്തിയാൽ നാം ക്രിസ്തീയ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ അനേക നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നാം അനേകർക്ക് അനുഗ്രഹമായി തീരും. നാം മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിൻ്റെ പുതിയ ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ആഗ്രഹമില്ലാത്തതായ ആരാണ് ഈ ലോകത്തിൽ ഉള്ളത്? എല്ലാവർക്കും ആ ശക്തി പ്രാപിക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ആ ശക്തി പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിനായി കാത്തിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ കുതിച്ച് ഉയരും. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ ഇരിക്കും. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നതായ തൻ്റെ മക്കൾക്കോ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവർ കഴുകന്മാരെ പോലെ കുതിച്ച് ഉയരും. കാരണം ദൈവം അവർക്ക് ബലത്തിന്മേൽ ബലം നൽകിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ശക്തി അവർക്ക് അമിതമായി നൽകിക്കൊണ്ടേയിരിക്കും. അവർ ദൈവിക ശക്തിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ബന്ധപ്പെടുന്നത് കൊണ്ട് ദൈവം അവരോടുകൂടെ ഇരിക്കുകയും ചെയ്യും. ഇന്ന് ദൈവവചനം കേൾക്കുന്നതായ നിങ്ങൾക്ക്, ഈ ദൈവവചനം സംസാരിക്കുന്നതായ എനിക്കും ഒരേ ശക്തി ദൈവം നൽകാം എന്ന് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ഒരു പുതിയ സൃഷ്ടിയാകുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുന്നുണ്ടോ? 6-ാമതായി ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, God is going to give us a new destiny. ഒരു പുതിയ ലക്ഷ്യസ്ഥാനം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം പറയുന്നത്, പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ, എന്നാൽ ദൈവത്തിൻ്റെ കൃപാദാനമോ നിത്യജീവൻ ആകുന്നു. നാം എല്ലാവരും മരിക്കേണ്ടവരായിരുന്നു. നാം പാപികൾ ആകുന്നു. പാപികളായ നാം സ്വാഭാവികമായി മരിക്കേണ്ടവരാണ്. നാം ഈ ലോകത്തിലുള്ളതായ മരണത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് ഈ മരണം കഴിഞ്ഞതിന് ശേഷം ഒരു നിത്യമരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരു നിത്യജീവനെക്കുറിച്ചും പറയുന്നുണ്ട്. പാപികളായിരിക്കുന്ന നാം നിത്യമായി മരിക്കേണ്ടവരായിരുന്നു എങ്കിൽ പോലും കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി മരിച്ചതുകൊണ്ട്
ആ കർത്താവ് യേശു ക്രിസ്തുവിലുള്ളതായ നിത്യജീവൻ നമുക്ക് ലഭ്യമാണ്. കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം മരിച്ചവരിൽ നിന്ന്, മരിച്ച ഇടങ്ങളിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കിൽ നാം ഉയർത്തെഴുന്നേൽക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദാനം എന്ന് പറയുന്നത് നമുക്ക് നൽകുന്നതായ നിത്യജീവൻ ആകുന്നു. ആ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെ പുതുതാക്കാം എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നതായ കർത്താവ്, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം പറയുന്നത്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുന്നത്, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഈ ലോകത്തിലുള്ളതായ സകലത്തെയും പുതുതാക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ പുതുതാക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും. നമുക്കൊരു പുതിയ ലക്ഷ്യബോധം നൽകുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവിന് നൽകും. കർത്താവ് നമുക്ക് ഒരു വലിയ പുതിയ ലക്ഷ്യബോധം നൽകുകയാണ്. നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കുതിച്ചിരിക്കുകയാണ്. നാം ജീവൻ്റെ മക്കളായി ജീവിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. നാശത്തിന് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ജീവനുള്ളതായ ആ വഴി കാണുവാൻ തക്കവണ്ണം, ജീവൻ്റെ വഴിയിലേക്ക് നാം നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുകയാണ്. ഏറ്റവും ഒടുവിലായി ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, നാം പുതിയ ഒരു യാത്രയിൽ ആയിത്തീരും. നാം പുതിയ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ദൈവം നമ്മെ പുതുതാക്കി കഴിയുമ്പോൾ വി വിൽ സ്റ്റാർട്ട് എ ന്യൂ ജേണി. ഞാൻ പണ്ട് നടന്നതുപോലെ അല്ല. എനിക്ക് പുതുതായി ലക്ഷ്യബോധമുണ്ട്. ഞാനൊരു പുതിയ കുടുംബത്തിലെ അംഗമാണ്. എനിക്ക് ദൈവം, എൻ്റെ ദൈവമായി ഒരു നല്ല ബന്ധം എനിക്കുണ്ട്. ആയതുപോലെ തന്നെ ദൈവം എനിക്ക് നല്ലൊരു ലക്ഷ്യം വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണക്കാരനായി അലക്ഷ്യമായി ഒരു ബോധവുമില്ലാതെ നടക്കണം. ഞാൻ ലക്ഷ്യബോധത്തോടുകൂടെ ഒരു പുതിയ യാത്ര ആരംഭിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ദൈവം പുതുതാക്കുമ്പോൾ നമുക്ക് ദൈവം പുതിയ ലക്ഷ്യബോധം നൽകും. ദൈവം നമുക്ക് പുതിയ ഒരു യാത്ര വഴി കാണിച്ചു തരും. സദൃശവാക്യം പറയുന്നത്, ഒരുവന് ഒരു വഴി ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. ഈ മരണ വഴിയിലേക്കല്ല നമ്മുടെ കർത്താവ് നമ്മെ നയിക്കുന്നത്. കർത്താവ് നമ്മെ നയിക്കുന്നത് ജീവൻ്റെ വഴിയിലേക്കാണ്. ആ ജീവൻ്റെ വഴിയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാൽ ആ വഴി നാം തിരഞ്ഞെടുത്ത് നടക്കുവാൻ തക്കവണ്ണം ഇന്ന് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ പുതിയതാക്കുമ്പോൾ, കർത്താവ് നമ്മെ പുതുതാക്കുവാൻ തക്കവണ്ണം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ വലിയ കുടുംബത്തിലെ അംഗങ്ങളാക്കി തീർക്കുന്നതിന് വേണ്ടി, കർത്താവുമായുള്ളതായ ഒരു പുതിയ ഇടാർന്ന ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു വലിയ ലക്ഷ്യബോധം നൽകിയിട്ട്, ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ നൽകിയിട്ട്, ഒരു പുതിയ ലക്ഷ്യബോധത്തോടുകൂടെ നമ്മെ ഒരു പുതിയ യാത്രയിലേക്ക് ദൈവം ക്ഷണിക്കുകയാണ്. ആ യാത്രയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കൊണ്ട്, ഓരോരുത്തരെയും കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വശമതരാകുവാൻ, കീഴ്പ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? പോയ വർഷം ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയും നാം തരണം ചെയ്തവരാണ്. അനേക വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങളോടുകൂടെ, പുതിയ ചിന്തയോടുകൂടെ, പുതിയ ഒരു കുടുംബത്തിൻ്റെ അംഗമായി, ദൈവത്തിൻ്റെ പുതിയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ പുതിയ വഴിയിലൂടെ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത്. നമുക്ക് നമ്മോടുകൂടെ നടക്കുവാൻ, നമ്മോടൊപ്പം ഈ പുതിയ വഴിയിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് സമാനമായി അനേകരെ ദൈവം കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. നാം ഒരുപക്ഷെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്തതായ അനേകരെ നമുക്ക് ചുറ്റും തന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അനേക ഹൃദയങ്ങളെ മാറ്റി, അനേക വ്യക്തിജീവിതങ്ങളെ മാറ്റി, അനേകരെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരാക്കി മാറ്റുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം തൻ്റെ സ്നേഹം ഈ അന്ത്യകാലത്ത് അനേക ഹൃദയങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ വചനം കേൾക്കുവാൻ, എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ഉണ്ടായത് എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു.
ആയതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അവൻ സകലവും പുതുതാക്കുന്നു. ഇതാ സ്വർഗത്തിലിരിക്കുന്ന അഥവാ ദൈവത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നവൻ പറയുകയാണ്, ഞാനിതാ സകലവും പുതുതാക്കുന്നു, എന്നെയും നിന്നെയും പുതിതാക്കുവാൻ തക്കവണ്ണം കർത്താവിന് ആഗ്രഹമുണ്ട്. നമുക്ക് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? അങ്ങനെയാണ് എങ്കിൽ കർത്താവ് നമുക്ക് നമ്മുടെ ദൈവമായിരിക്കും. then we will have a new relationship. നമുക്കൊരു പുതിയ ബന്ധം ദൈവവുമായി സ്ഥാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. നാം ഒരു പുതിയ രാജ്യത്തിലെ അംഗങ്ങളായി ദൈവം നമ്മെ തീർക്കും. നാം ദൈവത്തിൻ്റെ വലിയ കുടുംബത്തിലെ അംഗങ്ങളായി ദൈവം നമ്മെ മാറ്റും. ആയതുപോലെ നമുക്ക് ദൈവം ഒരു പുതിയ ഉദ്ദേശം നമുക്ക് നൽകുകയാണ്. ആ ഉദ്ദേശ സാധ്യതയ്ക്കു വേണ്ടി ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അത്യധികമായി നൽകുകയും ചെയ്യുകയാണ്. മാത്രവുമല്ല, ദൈവം നമുക്ക് ഒരു ലക്ഷ്യബോധം നൽകുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ പോവുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ അല്ല നമ്മുടെ വീട്. നാം ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ പോകുക എന്നുള്ളതായ ആ ലക്ഷ്യബോധം ദൈവം നമുക്ക് ഇന്ന് നൽകുകയാണ്. അങ്ങനെ ദൈവം ഒരു പുതിയ വഴിയിൽ നടക്കുവാൻ, ഒരു പുതിയ യാത്ര ആരംഭിക്കുവാൻ, ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ദൈവം ഈ പുതുവത്സരത്തിൽ ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ആ എടുക്കാമോ? ദൈവമേ, ഞാൻ ഇന്നു മുതൽ അങ്ങയോടൊപ്പം നടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എൻ്റെ പഴയ വഴികളെയൊക്കെയും വിട്ടുപിരിഞ്ഞ് ഞാൻ പുതുതായി നടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എന്നെ ദൈവമേ ആ പുതിയ വഴിയിലൂടെ അങ്ങ് കരം പിടിച്ച് നടത്തുമാറാകണമേ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായും അങ്ങനെ നാം നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ നാം സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് ഒരു പുതിയ അഡ്രസ്സ് ഇന്ന് നൽകുന്നതായിരിക്കും. നേരത്തെ അറിഞ്ഞതായ ആ വ്യക്തിയായിട്ടല്ല നമ്മെ ദൈവം അറിയുവാൻ തക്കവണ്ണം പോകുന്നത്. ലോകം നമ്മെ അറിയുവാൻ തക്കവണ്ണം പോകുന്നത്. നമ്മുടെ കുടുംബം നമ്മെ അറിയുവാൻ തക്കവണ്ണം പോകുന്നത്. ദൈവം നമ്മെ വലിയ സ്ഥാന മാന പേരുകൾ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് നമുക്ക് ഒരു പുതിയ വഴിയിലേക്ക് യാത്ര ചെയ്യാം. ഈ പുതിയ വർഷം ഒരു പുതിയ ആരംഭത്തിൻ്റെ സമയമായിരിക്കുവാൻ, പുതിയ തീരുമാനത്തോടുകൂടെ ദൈവത്തോടു കൂടെ നടക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുന്ന, എൻ്റെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങൾ സംഭവിക്കേണ്ടുന്നതുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ടതായ നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം ഞങ്ങളെ കേൾപ്പിച്ച വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ദൂരസ്ഥരും അന്യരും പരദേശികളുമാകുന്നു. എന്നാൽ കർത്താവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ അങ്ങയുടെ കുടുംബത്തിലെ അംഗങ്ങളാക്കി അങ്ങ് ഞങ്ങളുടെ ദൈവമായി ഞങ്ങൾ അങ്ങയുടെ പ്രജകളായി തീർത്തിരിക്കുന്ന വലിയ ദയയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് പുതിയ പേരും പുതിയ ബന്ധവും പുതിയ ലക്ഷ്യബോധവും പുതിയ ഉദ്ദേശങ്ങളും തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ ദയയ്ക്കായി സ്തോത്രം. കർത്താവെ, അടിയങ്ങളൊരു പുതിയ വഴിയിലൂടെ നടക്കുവാൻ, അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോയകാല ജീവിതങ്ങളുടെ പരാജയങ്ങളെയൊക്കെയും മറന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വേഗം വരവിൻ്റെ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വരവിൽ ഞങ്ങളേവരും ദൈവരാജ്യത്തിൽ കാണുവാനും സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.